ഒരു പച്ചക്കറിയും വേണ്ട, നല്ല സൂപ്പറായിട്ടൊരു മോര് കൂട്ടാൻ തയ്യാറാക്കിയെടുക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുന്ന മോര് കറിയാണ്. വെറും 2 മിനിറ്റ്. തേങ്ങ, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും മതി. ചതച്ചെടുക്കുക. അതാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രം അതിലോട്ട് നമുക്ക് ചുവന്ന മുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ചുവന്ന മുളക് ചേർക്കുന്നതിന് മുമ്പേ ഞാനിവിടെ കുറച്ച് തൈരെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് പിന്നെ പറയാം. അപ്പോൾ നമ്മുടെ ചുവന്ന മുളക് ചേർത്ത് ഇത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് കറിവേപ്പിലോട് ചേർത്ത് കൊടുത്ത് തേങ്ങ, പച്ചമുളക്, ജീരകം, മഞ്ഞൾപ്പൊടി അരച്ച് വെച്ചിട്ടുള്ളത് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇതിൽ അവസാനത്തെ ചേരുവ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് ഇതിലോട്ട് അടുത്ത് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഉപ്പ് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തൈരില്ലേ, ആ തൈരിലോട്ട് കട്ട തൈരായിരുന്നു, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബീറ്റർ വെച്ച് വെറുതെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. സ്പൂൺ കൊണ്ട് ഇളക്കിയാലും മതിയാവും. അതായത് കട്ടയില്ലാതെ കിട്ടണം, അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ കട്ടയില്ലാതെ ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ ഒരു മോര് കൂട്ടാൻ. അത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി അത്യാവശ്യം കഴിഞ്ഞു. ഒരു പച്ചക്കറിയും വേണ്ട, ഇത്രയും മാത്രം മതി. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ടതെന്ന് അറിയാം, നമ്മുടെ കട്ടത്തൈര് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുള്ളതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ഒരു മോരും കൂടെ ചേരുമ്പോൾ ഉണ്ടല്ലോ, ഇതിൻ്റെ ലെവൽ അങ്ങോട്ട് മാറും. കുറച്ച് ചൂട് ചോറും ഈ ഒരു മോര് കൂട്ടാനും കുറച്ച് ഉരുളക്കിഴങ്ങ് ഫ്രൈയോ അച്ചാറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു എരിവുള്ള കുഞ്ഞ് സൈഡ് ഡിഷ് മാത്രം മതി. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും.